ഹോട്ടലുകൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം 2 ദിവസത്തിനകം ഭാഗികമായി പുനരാരംഭിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്ന കടയടപ്പ് സമരം മാറ്റിവെച്ചതായും അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്ന് ജില്ലയിലെ 25% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവ വിറകുപയോഗിച്ച് ഭാഗികമായി പ്രവർത്തിച്ചു വരുന്നു. പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ തിങ്കളാഴ്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഹോട്ടലുകൾക്ക് ആവശ്യമായ സിലിണ്ടറിന്റെ 20% ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാൻ ധാരണയായത്. ധാരണപ്രകാരം 2 ദിവസത്തിനകം സിലിണ്ടർ വിതരണം പുനരാരംഭിക്കും. പിന്നീട് ഘട്ടം ഘട്ടമായി വർധനവ് വരുത്താനാണ് തീരുമാനം. സിലിണ്ടർ വിതരണം ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും സിവിൽ സപ്ലൈസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അസോസിയേഷൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരിക്കും. പൈപ്പ് ലൈൻ ഗ്യാസ് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹോട്ടലുകൾക്ക് കണക്ഷൻ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനമായി. വിവിധ എണ്ണ കമ്പനി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചത്തെ സമരം പിൻവലിച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ ടൗൺ പ്രസിഡന്റ് VG ശേഷാദ്രി പറഞ്ഞു. അവർ പറയുന്നത് ലഭ്യത പൊതുവെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗ്യാസിന്റെ അളവ് നോക്കിയിട്ട് അതിന് 20% നമുക്ക് സപ്ലൈ ചെയ്യാമെന്നാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുണ്ട്, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുണ്ട്, ഹോട്ടലും അതുപോലെ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ ഗ്യാസ് ഏജൻസിയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരേ ഏജൻസിയിൽ നിന്നല്ല എടുക്കുന്നത്, ചിലർ പ്രൈവറ്റിൽ നിന്ന് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇപ്പോൾ ആരുടെ അടുത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ആർക്കാണ് ഏത് ഗ്യാസിൻ്റെ കയ്യിലാണ് അവൈലബിലിറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ധാരണയുടെ പുറത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസിൽ നമ്മൾ ഗവൺമെൻറ് പറയുമ്പോൾ നമ്മൾ കേൾക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമരത്തിലേക്ക് പോകാൻ ഫോഴ്സ്ഡ് ആയതാണ്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ താൽക്കാലികമായിട്ട് സമരം മാറ്റിവെച്ചിരിക്കും. 25% ഹോട്ടൽ പൂർണ്ണമായി അടച്ചു. ബാക്കിയുള്ളവരൊക്കെ മെനു കട്ട് ഔട്ട് ചെയ്തിട്ടും സമയം കുറച്ചിട്ടൊക്കെ ആയിട്ട് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകവാതകക്ഷാമത്തിൽ ഹോട്ടൽ ഉടമകൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാലങ്ങളായുള്ള സ്ഥിരം ജീവനക്കാരെ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. TCV തൃശൂർ.